ഞാൻ ഒരാളെ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞ് എടാ എല്ലാരും പോയതിനു ശേഷം എനിക്കൊരു മൂഡ് വരണില്ല. മൂഡ് വരണം. A professional vlogger never let his emotions get in the way of vlogging. എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി കിടക്കും. ഞാനും അങ്ങനെ കുറച്ച് പെറ്റ് കിടക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഞാൻ വിടൂല ഗൈസ്. അത് ഒരു ലൂപ്പിലോട്ട് പോകും സനി ബ്രോ. കാരണം പിന്നെ നമുക്ക് ആ പെറ്റ് കിടന്നത് പുറത്തു വരാൻ ഭയങ്കര പാടാണ്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് സിനിമയ്ക്ക് നിങ്ങൾ സിനിമയ്ക്ക് പോകണം. ഞാൻ എവിടെ കൂടെ കുട്ടിയായിട്ട് ഞങ്ങൾ F1 പോകുന്നു. സനി ബ്രോ സുമതി വളവില്. അതെ, വളച്ചിട്ട് സുമതി വളവ് കണ്ടിട്ട് വരാൻ ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ ടെൽ യു എങ്ങനെയുണ്ട് പടം എന്ന് ഞാൻ പറയാം ഗൈസ്. കടം കണ്ടിട്ട് എവരെ കൊണ്ട് എവര് F1 പോകുന്നു, ഞാൻ സുമതിക്ക് പോകുന്നു. പക്ഷെ സെയിം സ്ഥലത്ത് തന്നെ, ഫോറത്തിലോട്ടാണ് പോകുന്നത്. ബൈ ഗൈസ്, സീ യു. അൺഎക്സ്പെക്ടഡ് പാപ്പരാസ്തി എന്നൊക്കെയാണ് എന്നെ അറിയാം അല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പൊ ഗൈസ് ഇവര് F1 കാണാൻ സ്ലോ മോഷനിൽ പോവുകയാണ്. എന്റെ സമയമായി. ഞാൻ പോയി. എന്താ എന്റെ പേര്? സുമതി. ഇവിടെ വേണമെങ്കിൽ വൈഡ് ആംഗിൾ എടുക്കാം അല്ലേ. ഓക്കെ ഗൈസ്, ഇവര് F1 പോകുന്നു. ഞാൻ സുമതിയുടെ വളവിന് സുമതി വളവിന് പോവാണ് ഗൈസ്. ആരുടെ ഇങ്ങനെയൊക്കെ പേരിടണം അല്ലേ? എന്തോന്ന് പേര് ഈ സിനിമയ്ക്ക്. ഓക്കെ ഗൈസ്, അപ്പം സുമതി വളവ് കണ്ടിട്ട് വരാം ഗൈസ്. അതെന്റെ വായിൽ വരുന്നില്ല. ഇവ എന്തോ നേരത്തെ. അപ്പം നമ്മൾ സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. സുമതിയുടെ പേര് മിണ്ടി പോയി. നമ്മൾ F1 കണ്ട് തളർന്നവരെയും കണ്ടിട്ട് ഇവര് എപ്പോഴും രാത്രി അവർക്ക് സ്റ്റിൽ യങ് ആണ് ഗൈസ്. അവര് അടുത്ത് എന്തോ സസ്പെൻസ് പ്ലാൻസ്. ഞങ്ങൾ നൈറ്റ് ഔട്ടിലാണ്. F1 എങ്ങനെയുണ്ട് അത് ഞാൻ ചോദിച്ചത്. ഇഷ്ടപ്പെട്ടല്ലേ? ആ മറ്റേ ആ പാട്ട്. ആ പാട്ട് എന്തായിരുന്നു? നമ്മളാ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ അവന്മാര് പ്രിപ്പറേഷന്റെ പാട്ട്. അവൻ മറ്റേ റേസ് ഒക്കെ ജയിക്കുന്ന സമയത്ത് ഞാൻ മറന്നു വരുന്നു. പാട്ടായിട്ട് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഭയങ്കര ഫീൽ ആയിരുന്നു. രസമുണ്ടല്ലേ? അടിപൊളിയല്ലേ ബ്രാഡ് പിറ്റ്? ഈ വയസ്സായ കാലത്തും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതാണ് എനിക്ക് മോട്ടിവേഷൻ ആയിരിക്കാണ് ഗൈസ്. ഇതാണ് എന്റെ ഔട്ട്രോ. ഇതാണ് എന്റെ ഔട്ട്രോ. മനസ്സിലായത്? ഇങ്ങനെ പറയുമ്പോ എല്ലാരും ഓട്ടിച്ചു വിടും. വൈ പറയാതെ തന്നെ പോകും. മനസ്സിലായി? അപ്പം എന്തായാലും എൻജോയ് ഗൈസ്. ടാറ്റ ബൈ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ പോവാണ്. സുമതിയുടെ കാര്യം അല്ല, സുമതി വളവിന്റെ കാര്യം ഞാൻ വീട്ടിൽ എത്തിയിട്ട് പറയുന്നതായിരിക്കും. ബൈ. വിശദമായി പറയാം. ഇവിടെ നിന്ന് എടുത്ത എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആയി. അതുകൊണ്ട് വീട്ടിൽ എത്തിയിട്ട് പറയാം ഗൈസ്. ബൈ. അയ്യോ, ബീറോള് ടാറ്റാ. നമ്മളെ വണ്ടി സെയിം ഒരുമിച്ചാണ് പാർക്ക് ചെയ്തിരുന്നത്. അത് കാണിക്കാനാണ്. പാരലൽ പാർക്കിംഗ് ആണ് ഗൈസ്. അപ്പൊ ശരിടാ, എൻജോയ് യുവർ നൈറ്റ്. കാണാം. ബൈ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക്. ഞാൻ വീടെത്തി. സമയം ഇപ്പോൾ 2:20. ചുമ്മാ പോസ്റ്റ് അടിച്ചിരുന്ന ഒരു ദിവസമാണ് ഗൈസ് 2:20 വരെ നീട്ടിക്കൊണ്ടുപോയത്. താങ്ക്സ് ടു കാർത്തി ആൻഡ് വർഷ. ഞാനിവിടെ ബിനിയും കുട്ടനും പോയതിനു ശേഷം പിന്നെ ഇത്തിരി മടിയായിരുന്നു ഗൈസ് പുറത്തിറങ്ങാനും എല്ലാത്തിനും. അപ്പം എവന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാർത്തി വൈകുന്നേരം. എന്നിട്ട് അവൻ ഇങ്ങനെ ചോദിച്ച് എന്ത് ചെയ്യുന്നെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വ്ളോഗ് എടുക്കാനൊക്കെ ഒരു ചെറിയ മടി, ഒരു ഡൗൺ ആയിട്ടിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവനും വർഷയും കൂടെ അപ്പം തന്നെ ഇങ്ങനെ വന്ന് പിന്നെ കുറച്ച് നമ്മളൊന്ന് ചിയറൊക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് വന്നിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവരെന്തോ F1 സിനിമ കാണാൻ പോകുന്നു പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും മറ്റേ സുമതി വളവ് കണ്ടില്ലായിരുന്നു. അപ്പം അത് ഞാനും കൂടെ പോകാമെന്നുണ്ട്. നമ്മൾ ഫോറത്തിലേക്ക് ബുക്ക് ചെയ്തിട്ട് ഞാൻ അതിനും കയറി, അവർ F1 കയറി. എന്നിട്ട് പടം കഴിഞ്ഞ് നമ്മളിപ്പം തിരിച്ചു വന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് തന്നെ താങ്ക്സ് ടു കാർത്തി ഫോർ ഓൾവേസ് ബീയിങ് സോ സപ്പോർട്ടീവ് ആൻഡ് ലവിങ്. അവന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യാമേ. അപ്പോൾ ഇറ്റ്സ് എ വെരി എന്താ പറയുമല്ലോ, അവനിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ് ഗൈസ്. ഫ്രണ്ട്സിന് വേണ്ടി അവൻ ചത്ത് നിൽക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം വർഷ ഈസ് എ വെരി ലക്കി ഗേൾ. വൈസ് വർഷ നല്ല ചാടിച്ചാടി അവന് പറ്റിയ ക്യാരക്ടറാണ്. ഇത്രയും എനർജിയുള്ള
എനിക്ക് തോന്നുന്നു അവൻ്റെ എനർജിയായിട്ട് മാച്ച് ചെയ്ത് പോകും ഗൈസ്. അതിപ്പം ഞാൻ കാണുന്നുണ്ട്, ഞാൻ പറയുന്നതാണ്. ദ തിങ് ഈസ് അവർ രണ്ടുപേരും ഞാൻ കേട്ടില്ല, നല്ല മാച്ചാണ് ഗൈസ്. അവർ ക്യാരക്ടർ വൈസും എല്ലാ രീതിയിലും ടച്ച് വുഡ് റിയലി ഗുഡ് മാച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് വർഷയാണ്. സോ വെരി നൈസ് ഗൈസ്, വെരി നൈസ് കപ്പിൾ. അപ്പം അവർക്ക് ഓൾവേസ് എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും ഗൈസ് തിരിച്ചും. ബിക്കോസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ആൾക്കാരെ വളരെ കുറച്ച് ജീവിതത്തിൽ കിട്ടാറുള്ളൂ, ലൈക്ക് ഹൂ റിയലി കെയർസ് ഫോർ യു എന്നുള്ളൊരു സംഭവത്തിൽ. അപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ആൾക്കാരുടെ പേഴ്സണൽ മൊമെൻറ്റ്സിൻ്റെ ഇടയിലും വന്ന് എന്നെപ്പറ്റി തിരക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദേ ടുക്ക് ഔട്ട് ദ ടൈം ആൻഡ് കെയിം ടു സീ ഇഫ് ഐ എം ഫൈൻ, ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ല ജസ്റ്ററായിട്ട് എനിക്ക് തോന്നി ഗൈസ്. സോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സുമതി വളവ് അത്യാവശ്യം ഡീസൻറ്റ് പടമാണ് ഗൈസ്, കണ്ടിരിക്കാം. ഭയങ്കര ഹൊററൊന്നുമല്ല, കണ്ട് പേടിച്ച് നമ്മൾ വിറയ്ക്കത്തൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റോറി ബിൽഡിങ്ങിന് ആവശ്യമുള്ള കുറച്ച് എന്താ പറയുക എൻഗേജിങ് എലമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വളവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പരിപാടികളാണ് മൊത്തം. ലൈക്ക് ഹൊറർ എലമെൻറ്റ്സ് മൊത്തം അവിടെ തന്നെയാണ്. അങ്ങനെ ഒരു വൈഡ് സ്പ്രെഡായിട്ടൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് അങ്ങനെ കഥയിൽ ഉടനീളം പേടി വരുന്ന സംഭവങ്ങളൊന്നുമില്ല. സൈഡ് ട്രാക്ക് വേറെ കഥ പോകുന്നുണ്ട്. അപ്പം സംഭവം കുഴപ്പമില്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റർടൈനിങ് ആണ് സാധനം. അർജുൻ അശോകനൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു പ്രോപ്പർ ഹൊറർ മൂവി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇതിനെ. പക്ഷേ കഴിവിൻ്റെ പരമാവധി അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ ഒരു ബഡ്ജറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ മാക്സിമം അവർ യൂസ് ചെയ്തിട്ടുണ്ട് ആ സാധനം. അത്യാവശ്യം സൈഡ് കാസ്റ്റ്, ബാക്കി സപ്പോർട്ടിങ് കാസ്റ്റൊക്കെ അത്യാവശ്യം അവരുടെ ജോലി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ കുഴപ്പമില്ല, മ്യൂസിക്കും കുഴപ്പമില്ല, അത്യാവശ്യം എൻഗേജിങ് ആണ് സംഭവം. പിന്നെ വേറെ എന്താ പറയാനായിട്ട്, ഒരു ഹിന്ദിയിലെ മറ്റേ നമ്മൾ സ്ത്രീയൊക്കെ അല്ലേ ഏകദേശം അതേപോലെ മലയാളി വെർഷൻ, ലൈക്ക് ഒരു മിത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവമാണ്. അപ്പം വെൽ ടേക്കൺ ഗൈസ്, കുഴപ്പമില്ല, അത്യാവശ്യം നൈസാണ്. അപ്പം നമ്മൾ പക്ഷേ മലയാളത്തിൽ ഒരു ബ്രഹ്മയുഗം പോലെയോ അങ്ങനെയൊക്കെ കുറച്ച് ഇത്തിരി എന്താ പറയുമല്ലോ ഭയങ്കര ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ആയിട്ടുള്ളൊരു ഹൊറർ എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇതിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. സോ ആ ഒരു രീതിയിലുള്ള ഹൊറർ പടം കുറച്ച് വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും ഗൈസ്. ബിക്കോസ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോണറാണ് ഹൊറർ എന്ന് പറയുന്നത്. സോ ഇതാരെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്ച്വലി വർക്ക് നമ്മൾ ഈ ഒരു മലയാളത്തിൽ. ബിക്കോസ് മലയാളികൾ ഹൊറർ സിനിമ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം വി നീഡ് ഗുഡ് ഹൊറർ മൂവീസ് ഗൈസ്. സോ ഞാനൊരു നല്ല രീതിയിൽ ഹൊറർ മൂവീസ് എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് ത്രില്ലർ, ഹൊറർ ആ ജോണർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇംഗ്ലീഷിലായാലും ബാക്കി ഏത് ലാംഗ്വേജിലായാലും. സോ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. പോസ്റ്റായിട്ടിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു ഗൈസ്. പോയി മറ്റേ ഇവിടെയാണ് പോയി കണ്ടത്, എന്തോന്ന് മറ്റേ ലക്സിലല്ല സുഖമായിട്ടിരുന്ന് പ്രയത്നമൊക്കെ കണ്ട് സമാധാനമായിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്തിനി മൂവി എന്ന് പറയുന്നത് ഇനി കൂലിയാണ് ഗൈസ്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂലി കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം. ഇപ്പോൾ എന്തായാലും താങ്ക്സ് ടു കാർത്തിക് ആൻഡ് വർഷ ഫോർ പുഷിങ് മീ ഔട്ട്. എന്തായാലും താങ്ക് യു ഓൾവേസ് ഫോർ ബീയിങ് എ ബിഗ് സപ്പോർട്ട്. താങ്ക്സ് അഗെയിൻ ഗൈസ്. ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ എന്തായാലും കാർത്തി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ചിക്കൻ ഫ്രൈ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. സോ നാളെ കാണാം ഗൈസ്. അവരുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചു നോക്കാം. അതാണല്ലോ ഫുഡ് ഡാഡിയുടെ കടമ, ആസ് യു ഗൈസ് കോൾ മീ. അപ്പം എന്തായാലും ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് ബീയിങ് ദെയർ. അതേപോലെ എൻ്റെ കൂടെ ഉള്ള ലൈക്ക് ഇൻ ഫിസിക്കലി റിയൽ ലൈഫിലുള്ളവരടുത്തും ഐ എം വെരി താങ്ക്ഫുൾ ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.